സുഹൃത്തുക്കളെ, 60 ദിവസം കൊണ്ട് LGS സിലബസ് തീർക്കുന്ന ക്ലാസ്സിൻ്റെ 18ാമത്തെ ദിവസത്തിൻ്റെ 1ാമത്തെ പാർട്ട് ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ നോക്കുന്ന ഭാഗങ്ങൾ പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, അതുപോലെ പൊയ്കേൽ യോഹന്നാൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നീ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പണ്ഡിറ്റ് കറുപ്പൻ ജനനം 1885 മെയ് 24, ജന്മസ്ഥലം ചേരാനെല്ലൂർ, എറണാകുളത്തെ ചേരാനെല്ലൂർ, വീട്ടുപേര് സാഹിത്യകുടീരം, പിതാവ് പപ്പു, മാതാവ് കൊച്ചുപെണ്ണ്, പത്നി കുഞ്ഞമ്മ, ബാല്യകാലനാമം ശങ്കരൻ എന്നാണ്. ബാല്യകാലനാമം ശങ്കരൻ. പൂർണ്ണനാമം കണ്ടത്തുംപറമ്പിൽ പാപ്പു കറുപ്പൻ. പൂർണ്ണനാമം കണ്ടത്ത് പറമ്പിൽ പാപ്പു കറുപ്പൻ. മരണം 1938 മാർച്ച് 23. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി ആര്? പണ്ഡിറ്റ് കറുപ്പൻ. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ അഥവാ ധീവര സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ അഥവാ ധീവര സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അഴീക്കൽ വേലു വൈദ്യനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ ഗുരു അഴീക്കൽ വേലു വൈദ്യൻ. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ്. സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അതായത് സാമൂഹിക മാറ്റത്തിനായി പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ്. പ്രാദേശിക കൂട്ടായ്മകളുടെ പേര് സഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കറുപ്പൻ്റെ സഭകൾ: കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂറാണ്. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. സുധർമ്മ സൂര്യോദയ സഭ തേവര. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ. അരയ വംശോധരണി സഭ എങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ കുമ്പളം. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭയാണ് 1912. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭയാണ് 1912. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ 1907. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് 1907. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദി ആശാനുമാണ്. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകർ പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദി ആശാനുമാണ്. 1913 കൊച്ചിൻ പുലയ മഹാസഭ. 1913. ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ 1913. പണ്ഡിറ്റ് കറുപ്പൻ 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്. അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1922 അഖില കേരള അരയ മഹാസഭ 1922. പ്രധാന കൃതികൾ: പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ: ജാതിക്കുമ്മി, സമാധി സപ്താഹം, ഉർവശി, സ്തോത്രമന്ദാരം, ദീനസ്വരം, ബാലോദ്യാനം, ധീവരതരുണിയുടെ വിലാപം, കൈരളി കൗതുകം, രാജരാജപർവം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, പാവങ്ങളുടെ പാട്ട്, ശകുന്തള, രാജർഷി സ്മരണകൾ, ധർമ്മകാഹളം, ചിത്രലേഖ, വഞ്ചിതവിമാനം, ജൂബിലി ഗാനം, കാളിയമർദ്ദനം തുള്ളൽ, സുഗതസൂക്തം, ജീവചരിത്രം, ലളിതോപഹാരം, സൗദാമിനി, കാട്ടിലെ ജ്യേഷ്ഠൻ, കാവ്യപേടകം, അരയപ്രശസ്തി, ആചാരഭൂഷണം, തിരുനാൾ കുമ്മി, കേരളത്തിലെ സാമുദായിക ഗാനകലകൾ എന്നിവയാണ്.
പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ നാടകങ്ങളെന്ന് പറയുന്നത് ബാലകലേശം, പഞ്ചവടി, ലങ്കാമർദ്ദനം, ധ്രുവചരിതം, എഡ്വേർഡ് വിജയം, ഉലൂപോഗ്യാനം എന്നിവയാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനമാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനമാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിത സ്തോത്രമന്താരമാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിത സ്തോത്രമന്താരമാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മിയാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജാതി കുമ്മിയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ആചാരഭൂഷണം. ജാതീയമായ നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകൾ ഉദ്യാനവിരുന്ന്, ബാലകലേശം എന്നിവ. ജാതീയമായ നീചത്വങ്ങൾക്ക് എതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെ? ഉദ്യാനവിരുന്നും ബാലകലേശവും. ടി കെ മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. ടി കെ മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹമാണ്. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. വിശേഷണങ്ങളാണ്. അടുത്ത് പണ്ഡിറ്റ് കറുപ്പന് കവിതിലകപ്പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലകപ്പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് തന്നെയാണ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും കൊച്ചി മഹാരാജാവ് തന്നെയാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. 1913 പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആണ്. 1913 അരേ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ. അരേ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ചേരാനെല്ലൂറാണ്. എറണാകുളത്തെ ചേരാനെല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല എവിടെയാണ് പ്രവർത്തിക്കുന്നത്? എറണാകുളത്തെ ചേരാനെല്ലൂർ. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് 2013. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി 2013. അതിനുശേഷം 2019 എസ് രമേശൻ നായരാണ്. 2019 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് രമേശൻ നായരാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പള്ളി. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പള്ളി. അടുത്ത വി.ടി. ഭട്ടതിരിപ്പാടാണ്. ജനനം 1896 മാർച്ച് 26. ജന്മസ്ഥലം മേഴത്തൂർ. പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം. മരണം 1982 ഫെബ്രുവരി 12. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919. വി.ടിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനും വി.ടി. ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനും വി.ടി. ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഒറ്റപ്പാലത്ത് ചേർന്ന KPCC സമ്മേളനത്തിൽ വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം 1921. ഒറ്റപ്പാലത്ത് നടന്ന KPCC സമ്മേളനത്തിൽ വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം 1921. വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക
INC സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ് 1921. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം 1921 അഹമ്മദാബാദ് സമ്മേളനമാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 1929 ഇറങ്ങിയത്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെ? എടക്കുന്നി, വടക്കിനിയേടത്ത് മന. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് വടക്കിനിയേടത്ത് മന, എടക്കുന്നി എന്ന സ്ഥലത്താണ്, വടക്കിനിയേടത്ത് മന. ഈ നാടകത്തിൽ EMS നമ്പൂതിരിപ്പാട് ചെറിയൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എടക്കുന്നി, വടക്കിനിയേടത്ത് മനയിലാണ്. ഈ നാടകത്തിൽ അവിടെ EMS നമ്പൂതിരിപ്പാട് ചെറിയൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് C കേശവൻ. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് C കേശവൻ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം, ഋതുമതി എന്നിവയാണ്. നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം, ഋതുമതി എന്നിവയാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് MR ഭട്ടതിരിപ്പാടാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം രചിച്ചത് MR ഭട്ടതിരിപ്പാടാണ്. ഋതുമതി രചിച്ചത് MP ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥയുടെ പേരാണ് യാചനായാത്ര. 1931. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചാരണ ജാഥയുടെ പേരാണ് യാചനായാത്ര. 1931. കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ടിൽ നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. 1968 മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ടിൽ നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. എൻ്റെ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായി. മാരുടെ വാക്കുകൾ VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. എൻ്റെ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കരിങ്കല്ലായി കാണുക, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായി. മാരുടെ വാക്കുകൾ VT ഭട്ടതിരിപ്പാട്. പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് അന്തർജന സമാജവും ബഹുമത സമൂഹവുമാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ആലുവ. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ആലുവ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാന കൃതികളാണ് രജനീരംഗം, കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, വെടിവെട്ടം, കരിഞ്ചന്ത, പോംവഴി, എൻ്റെ മണ്ണ്, കാലത്തിൻ്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്നിവയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും 1970 എഴുതപ്പെട്ടത്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം രജനീരംഗം. VT ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം രജനീരംഗം. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന്
ആഹോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. വീട്ടിയുടെ ഈ വരികൾ അടങ്ങിയ കൃതി കണ്ണീരും കിനാവുമാണ്. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. വിജ്ഞാനം നേടിയേ അടങ്ങുമെന്ന് ആഹോര അന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. വീട്ടിയുടെ ഈ വരികൾ അടങ്ങിയ കൃതി ഏത്? കണ്ണീരും കിനാവും. പൊഴിഞ്ഞ പൂക്കൾ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ്. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി എഴുതിയതാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ എഴുതിയതാണ്. തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണത്. പൊഴിഞ്ഞ പൂക്കൾ എന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെതാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയാണ്. മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴ. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകൾ ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകൾ ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വിവരങ്ങൾ ഉണ്ണി നമ്പൂതിരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വിവരങ്ങൾ ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനത്തിലാണ് 1933. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് 1933 പേരമംഗലം സമ്മേളനത്തിലാണ്. പ്രഥമ VT ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. പ്രഥമ VT ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 2011. VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരമാണ്, പാലക്കാട് ജില്ല. VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരമാണ്. അടുത്ത പൊയ്കയിൽ യോഹന്നാനാണ്. ജനനം 1879 ഫെബ്രുവരി 17. ജന്മസ്ഥലം ഇരവിപേരൂർ, പത്തനംതിട്ടയിലെ ഇരവിപേരൂർ. പിതാവ് കണ്ടൻ, മാതാവ് ലേച്ചി എന്നും അറിയപ്പെടുന്നു. പത്നി ജാനമ്മ. ബാല്യകാലനാമം കൊമാരൻ. മറ്റു നാമങ്ങൾ കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്നു. പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നു. മരണം 1939 ജൂൺ 29. ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. പ്രതിയോഗികൾ പുലയന്മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പ്രതിയോഗികളായിരുന്നവർ പുലയന്മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം അഥവാ എയ്ഡഡ് സ്കൂൾ ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം എയ്ഡഡ് സ്കൂൾ ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDSന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂരാണ്, തിരുവല്ലയിലാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ അമരക്കുന്നും ഉദിയൻകുളങ്ങരയും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ അമരക്കുന്നും ഉദിയൻകുളങ്ങരയും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണം ആദിയാർ ദീപമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണം ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമം കുമാരഗുരുദേവൻ എന്നാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ്
കുമാരഗുരുദേവൻ. PRDSന്റെ സജീവ പ്രവർത്തകരായിരുന്നത് സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ എന്നിവരാണ്. PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സജീവ പ്രവർത്തകർ സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ. ശ്രീമൂലം പ്രജാസഭയിൽ പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921-1931. ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921-1931 എന്നീ വർഷങ്ങൾ. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാൻ. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹളയിൽ ഉൾപ്പെടുന്ന മറ്റ് പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, കൊഴുക്കംചിറ ലഹള, മംഗളം ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള. അടിലഹളയിൽ ഉൾപ്പെടുന്ന മറ്റ് പ്രക്ഷോഭങ്ങൾ വാകത്താനം ലഹള, കൊഴുക്കംചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള എന്നിവയാണ്. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനമാണ്. 1906 ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനമാണ്. 1906 ആദിച്ചൻ എബ്രഹാം എന്ന വ്യക്തിയുടെ ഭവനത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ചാണ് ബൈബിൾ കത്തിച്ചത്. ആദിച്ചൻ എബ്രഹാം എന്ന വ്യക്തിയുടെ ഭവനത്തിൽ വച്ച് നടന്ന യോഗത്തിൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് MR രേണുകുമാറാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് MR രേണുകുമാറാണ്. കാണുന്നില്ലോ രക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാൻ ആണ്. പൊയ്കയിൽ യോഹന്നാൻ്റെ ഉദ്ധരണികളാണ്. കാണുന്നില്ലോ ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതെല്ലാം പൊയ്കയിൽ യോഹന്നാൻ്റെ ഉദ്ധരണികളാണ്.